എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ. മഹാറാണി ഗ്രൂപ്പ്. എടവണ്ണ ആര്യന്തൊടിയിൽ ഗൾഫ് വ്യവസായി അഷ്റഫിന്റെ വീടിന് പെട്രോൾ ഒഴിച്ച് തീ കത്തിച്ച് 1/2 കോടി രൂപയുടെ നാശനഷ്ടം വരുത്തിയ സംഭവത്തിൽ പ്രധാന പ്രതി അറസ്റ്റിൽ. എടവണ്ണ സ്വദേശി പൊട്ടൻചാലിൽ PC മാലിക്കിനെയാണ് എടവണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത്. അഷ്റഫിനോടുള്ള വിരോധം തീർക്കാൻ ഗൾഫിൽ നിന്നുള്ള കൊട്ടേഷൻ പ്രകാരമാണ് കുടുംബത്തെ ഇല്ലാതാക്കാൻ പ്രതികൾ ഗൂഢാലോചന നടത്തിയത്. എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രമുഖ കൊട്ടേഷൻ സംഘത്തിന് പണം കൊടുത്താണ് കൃത്യം നടത്തിയത്. കൃത്യം ചെയ്ത് മടങ്ങും വഴി പ്രതികൾ സഞ്ചരിച്ച വാടക അൾട്ടോ കാർ പുലർച്ചെ മങ്കടയിൽ പിക്കപ്പ് ജീപ്പുമായി കൂട്ടിയിടിച്ച് അപകടത്തിൽപ്പെട്ടിരുന്നു. ഇത് ഒത്തുതീർപ്പാക്കി. പ്രതികൾക്ക് രക്ഷപ്പെടാൻ പണം കൈമാറാൻ സഹായിച്ചത് ഇപ്പോൾ അറസ്റ്റിലായ മാലിക്കാണ്. മാലിക്കിന് അഷ്റഫിനോട് വിരോധമുണ്ടായിരുന്ന ആളാണെന്ന് പോലീസ് പറഞ്ഞു. 4 പ്രതികൾ നേരത്തെ അറസ്റ്റിലായിരുന്നു. ജൂലൈ 29-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. വീട് കത്തിക്കാൻ അൾട്ടോ കാറിൽ എടവണ്ണ എത്തിയ 4-അംഗ സംഘത്തിൽ തിരൂരങ്ങാടി, മുന്നിയൂർ, കുണ്ടംകടവ്, പുളിക്കൽ സുഫൈൽ, പരപ്പനങ്ങാടി, ഉള്ളളം, പാലത്തിങ്ങൽ, കോട്ടത്തല, തൊട്ടിയിൽ ഫഹദ് എന്നിവർ ഇപ്പോഴും ഒളിവിലാണ്. അറസ്റ്റിലായ പ്രതിയെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മറ്റ് പ്രതികളെക്കുറിച്ചും വ്യക്തമായ സൂചന കിട്ടിയതായി എടവണ്ണ CI അറിയിച്ചു. അന്വേഷണ സംഘത്തിൽ എടവണ്ണ CI E ബാബു, സ്പെഷ്യൽ സ്ക്വാഡ് ASI M അസൈനാർ, NP സുനിൽ, SPOമാരായ V സുരേഷ്, K സബീർ അലി എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. പരിധിയിലെ കഴിഞ്ഞ ജൂലൈ മാസം 29-ാം തീയതി പുലർച്ചെ ആര്യന്തൊടിക്ക ഭാഗത്ത് അഷ്റഫ് എന്നയാളുടെ വീടിന്റെ മുൻവശം നിർത്തിയിട്ടിരുന്ന 2 വാഹനങ്ങളും കത്തിച്ചിരുന്നു. ആ കത്തിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നമ്പറില്ലാത്ത ഓൾട്ടോ കാറിലാണ് പ്രതികൾ വന്ന് കത്തിച്ചതെന്ന് സൂചന കിട്ടി. ആ സൂചനയുടെ പുറകിൽ അന്വേഷണം നടത്തിയതിൽ 8 ദിവസത്തിന് ശേഷം മങ്കട വെച്ച് ഈ കാർ ആക്സിഡന്റ് ആവുകയും അതിനെ തുടർന്ന് മങ്കടയുള്ള ആളിനെ കണ്ടെത്തുകയും തുടർന്ന് ചെർപ്പുളശ്ശേരിക്കാരായ 2 പേരെയും പരപ്പനങ്ങാടിക്കാരായ 2 പേരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഈ അറസ്റ്റ് ചെയ്ത പ്രതികളെ ചോദ്യം ചെയ്തതിലും അതുപോലെ ഈ വാഹനത്തിന്റെ ഉടമയെ ചോദ്യം ചെയ്തതിലും അവർക്ക് ഈ ആക്സിഡന്റ് നടന്ന സമയത്ത് പൈസ നൽകിയത് എടവണ്ണയുള്ള ഒരു ഫോൺ നമ്പറിൽ നിന്നാണ് അറിവായിട്ടുള്ളത്. എടവണ്ണയുള്ള ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയപ്പോൾ അത് നമ്മുടെ ഗ്രാൻഡ് ഇലക്ട്രോണിക്സ് ആണെന്ന് അറിയുകയും ഗ്രാൻഡ് ഇലക്ട്രോണിക്സിലെ ഡോക്യുമെന്റ്സ് പരിശോധിച്ചപ്പോൾ എടവണ്ണ സ്റ്റേഷൻ ലിമിറ്റിൽ തന്നെ താമസിക്കുന്ന മാലിക് എന്ന് പറയുന്ന ആളാണ്. അയാൾക്ക് ഈ കക്ഷിയുടേതായ വാട്സാപ്പ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ പാസ്ബുക്കും അക്കൗണ്ട് ഡീറ്റെയിൽസും എല്ലാം അയച്ചു കൊടുത്തതും പൈസ നൽകിയതും അയാളാണെന്ന് അറിവായിട്ടുള്ളതാണ്. അപ്പൊ FIR-ൽ പറഞ്ഞ മാലിക് എന്ന് പറയുന്ന പ്രതി ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അയാളെ ഇന്ന് 3:45 മണിയോടുകൂടി അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് തെളിവെടുപ്പിന് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. എ+ വിഷൻ എടവണ്ണ. Oh my god. വാവേ ഒരു മിനിറ്റ്. Super Absorbent Poppy's Diapers.